Hi, I am thesnimazeez. ഇന്നത്തെ റെസിപ്പി എന്താ അറിയോ? ഒരു ചോക്ലേറ്റ് കേക്ക്. നല്ല സ്പഞ്ചി ആയിട്ടുള്ള പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചോക്ലേറ്റ് കേക്ക്. ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളത് തന്നെയാണ്. ഞാനിത് ചെയ്യുന്നത് വിത്ത് എഗ് ആണ്. എഗ് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒരു അര കപ്പ് തൈര് അല്ലെങ്കിൽ അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് അതിന് റീപ്ലേസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അത് ചെയ്തതിന് ശരിക്കും അത് എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളത് അളവെല്ലാം കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് സ്മൂത്ത് ഒരു ബാറ്ററായിട്ട് കിട്ടും. അത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന ബട്ടറും എഗ്ഗും ഒക്കെ റൂം ടെമ്പറേച്ചറിലല്ല, കുറച്ച് ചിലത് തണുപ്പ് കൂടുതലുണ്ട്, ചിലത് മുട്ട തണുപ്പ് കൂടുതലുണ്ട്, ബട്ടർ റൂം ടെമ്പറേച്ചറിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിങ്ങനെ കേർഡിലായിട്ട് വരും. എന്താ പറയുക, പിരിഞ്ഞ പോലെ വരും. തൈരൊക്കെ പാല് പിരിഞ്ഞ പോലെ അങ്ങനെ വരും. അങ്ങനെ വന്നു എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആവണ്ട, നല്ല കേക്ക് തന്നെ ആയി കിട്ടും. അതെനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ള എപ്പോഴാന്ന് വെച്ചാൽ ഈ പ്ലം കേക്കിന്റെ ക്ലാസ് എത്തുമ്പോൾ പ്ലം കേക്ക്, അതുപോലെ പ്ലം കേക്കിന്റെ കോഴ്സിൽ വേറെ 3-4 കേക്ക്സ് എല്ലാം വരുന്നുണ്ട്. ഗീ കേക്ക്, ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്ക്, അതുപോലെ ബനാന ലോഫ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഏകദേശം ഒരേ പ്രോസസ്സിൽ കൂടെ വരുന്നതാണ്. അപ്പോൾ പലപ്പോഴും മുട്ട ബീറ്റ് ചെയ്തിട്ട് ബട്ടർ ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കേർഡിലായിട്ട് വരും. അപ്പോൾ എല്ലാവരും അങ്ങനെ ഇതായിട്ട് പറയും, അയ്യോ പിന്നെ എന്താണ് ഇത് ശരിയായില്ല, എന്തോ ആയിട്ടുണ്ട്, ആ കൂടെ മുകളിലാണ് ടെൻഷനാവും. ഞാൻ പറയും സാറില്ല പോട്ടെ. പക്ഷെ അവർക്കത് ബേക്ക് ചെയ്തെടുക്കുന്നവരുടെ ടെൻഷനായിരിക്കും. ബേക്ക് ചെയ്തെടുത്തിട്ട് പിന്നെ അവസാനം എനിക്ക് ഫോട്ടോ വരെ അയച്ചു തരും, നല്ല ടേസ്റ്റ് ഉണ്ടായി, നല്ല സോഫ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കൂടിയുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ മനഃപൂർവ്വം കുറച്ച് തണുപ്പ് കൂടുതലുള്ള മുട്ടയും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതെന്തായാലും കേടിലാവും. അപ്പോൾ അത് വെച്ചിട്ട് ആണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. ഇങ്ങനെ ആയി പോയാൽ ടെൻഷൻ ആവണ്ടെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ 1/4 കപ്പ് മൈദ, കൊക്കോ പൗഡർ 1/4 കപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് 3 പ്രാവശ്യം സീവ് ചെയ്തെടുക്കണം. ആദ്യം നമ്മളിങ്ങനെ ഒന്ന് സീവ് ചെയ്യണം. ഇതിനി ഒന്നും കൂടെ സീവ് ചെയ്യണം, വീണ്ടും ഒന്നും കൂടെ സീവ് ചെയ്യണം. അപ്പോൾ 3 പ്രാവശ്യം സീവ് ചെയ്യണം. എന്നാലാണ് മൈദയും കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ഒരുപോലെ എല്ലാ ഭാഗത്തേക്കും ആവും. തന്നെ ഇത് സീവ് ചെയ്തെടുക്കട്ടെ. ഇതിലേക്ക് 2 മുട്ട നന്നായിട്ട് സമയമെടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് ബട്ടറാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചേർക്കാം, സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ്, അതായത് 100 ഗ്രാം. ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്ത മുട്ടയാണ്, ഏകദേശം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ബീറ്റ് ചെയ്യുമ്പോൾ ഇനി അതിങ്ങനെ കേർഡിലായിട്ട് വരും, ഒരുമാതിരി പിരിഞ്ഞ പോലെ വരും. നിങ്ങൾ നോക്കിക്കോ. ഇനി ഇപ്പോൾ കണ്ടോ, നല്ല ഒരുമാതിരി പിരിഞ്ഞ പോലെ. അത് കുഴപ്പമില്ല. ഇനി അതിലേക്ക് പഞ്ചസാര ചേർക്കുമ്പോൾ അത് ശരിയാവും. മൈദയൊക്കെ ചേർത്ത് വരുമ്പോൾ അത് കറക്റ്റാവും. ഇങ്ങനെ ആകുമ്പോഴാണ് പലരും ഇതെടുത്ത് കളയാറുള്ളത്, എന്നിട്ട് മാറ്റി ചെയ്യാറില്ല. അത് കളയേണ്ട ആവശ്യമില്ല. അത് നല്ല സ്മൂത്തായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ വരും. ഇതിലേക്ക് ഇനി 8 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതിപ്പോൾ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ 8 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്, അല്ലെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ മതി. കൊക്കോ പൗഡറിന് ഒരു ബിറ്റർ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പോകാൻ വേണ്ടിയിട്ടാണ് 8 ടേബിൾ സ്പൂൺ പഞ്ചസാര. പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ. ഇനി ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് അലിഞ്ഞ് വന്നോളും. ഇപ്പോൾ പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോൾ കണ്ടോ, അതിങ്ങനെ കുറച്ച് ഇങ്ങനെ ടെക്സ്ചർ മാറി വരുന്നുണ്ട്. ബട്ടറും എഗ്ഗും ഒരു റൂം ടെമ്പറേച്ചറിലുള്ളതാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നം വരില്ല കേട്ടോ. ഇനി പിരിഞ്ഞില്ല എന്ന് വിചാരിച്ച് ഇനി ടെൻഷൻ ആവരുത്. പിരിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്, ടെൻഷൻ ആവണ്ട എന്നുള്ളതാണ് ഞാൻ പറയണേ കേട്ടോ. പക്ഷേ അളവുകളിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്, അളവുകൾ കറക്റ്റായിരിക്കണേ. ഓക്കെ, ഇനി നമുക്ക് മൈദ, പാല്, എസൻസ് എല്ലാം ചേർക്കാണ്ട്. 1/4 കപ്പ് പാല്, 1 ടീസ്പൂൺ വാനില എസൻസ്, നമ്മുടെ കൊക്കോ മൈദ മിക്സാണ് അത്. ഇനി അടുത്തത്, പലരും പറയും മൈദ ചേർത്തിട്ടുണ്ടെങ്കിൽ സ്പാച്ചുല യൂസ് ചെയ്യണം, അല്ലാതെ എഗ് ബീറ്റർ യൂസ് ചെയ്യരുത്. അങ്ങനെയില്ല. നിങ്ങൾ ഈ കേക്കിൽ എൻ്റെ റെസിപ്പീസ് കറക്റ്റ് റെസിപ്പീസാണ്. നിങ്ങൾ അതുപോലത്തെ ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്തോളൂ കേട്ടോ.
ഇനി എഗ് ബീറ്റർ വെച്ചിട്ട് ചെറിയ സ്പീഡിൽ, ഇതുവരെയുള്ള പ്രോസസ്സെല്ലാം നമ്മൾ ഹൈ സ്പീഡിൽ സമയമെടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനിയുള്ള പ്രോസസ്സ് നമ്മൾ ഏറ്റവും ചെറിയ സ്പീഡിൽ ഒരു മിക്സിങ് മാത്രം മതി. അതായത് ബേക്കിംഗ് പൗഡർ ചേർത്ത മൈദേനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നാണ് പറയുക. അതുകൊണ്ട് നമ്മൾ ചെറിയ സ്പീഡിൽ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക. പെട്ടെന്ന് തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏറ്റവും ചെറിയ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്യാൻ. ഇതിനി 6 അല്ലെങ്കിൽ 7 ഇഞ്ച് പാനിലേക്ക് ഒഴിക്കുക. റൗണ്ട് ആയിക്കോട്ടെ സ്ക്വയർ ഏതിലാണെങ്കിലും ഒഴിക്കുക. എന്നിട്ട് 180 ഡിഗ്രി ടെമ്പറേച്ചറിൽ 25-30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. നിങ്ങൾ സ്റ്റൗവിലാണ് ചെയ്യുന്നതെങ്കിലും അപ്പോൾ ഒരു 30 to 40 മിനിറ്റ്സ് കൊടുക്കണം. നല്ല എങ്ങനെ ചെയ്യുകയാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. നട്ട്സ് ഇത് 25 to 30 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ ബേക്ക് ചെയ്യാം. കുറച്ച് ഐസിങ് ഷുഗർ കണ്ടോ എത്ര സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണെന്നറിയോ? വളരെ സോഫ്റ്റാണ്. നിങ്ങൾ ശരിക്കും ഉണ്ടാക്കി നോക്കൂ. സോഫ്റ്റ്നെസ് മാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. നല്ല സോഫ്റ്റ് കേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻസും വളരെ ഈസി ആയിട്ടുള്ളതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് അളന്നെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ പലരും എൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്തോ പറഞ്ഞു, ആ കുക്കീസ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ടറിന് പകരം എന്താ ചെയ്യേണ്ടതെന്ന്. അതുപോലെ ബട്ടറിന് പകരം ഇതെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇതിൽ വീഡിയോയിൽ പറയുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം, കേക്ക് മാർജറിൻ ഉണ്ട്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനിമേ എന്തായാലും ഇത് നല്ല കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊന്നും ഒരു മിസ്റ്റേക്ക് വരുന്ന ഒരു എന്താ പറയുക കേക്കല്ല. ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് അളവിലാണ്. അതിൻ്റെ മെത്തേഡും വളരെ ഈസി മെത്തേഡാണ്. അപ്പം ഇതിൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട്. അന്ന് മാങ്ങ പറിക്കാൻ കൂടിയതാണ്, കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ കേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. കേക്ക് കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട്? നല്ലതാട്ടോ, വെറുതെ പറയല്ല. ജെസ്സി നല്ല ശരിക്കും പറയുന്നതാണ്. നല്ല സോഫ്റ്റ് അല്ലേ? നല്ല സോഫ്റ്റാണ്. ഈ ചോക്ലേറ്റ് കേക്ക്, ചോക്ലേറ്റ് റിലേറ്റഡ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് എൻ്റെ മോനെയും മോളെയും വല്ലാതെ മിസ് ചെയ്യും. കാരണം എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവർ പണ്ടൊന്നും അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല. കുട്ടികളെ കൂടി കഴിച്ചാണ് എനിക്കത് ചോക്ലേറ്റിനോട് ഇത്ര ഇഷ്ടം വന്നത്. എനിക്കൊന്ന് എല്ലാ പാരൻസും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ചോക്ലേറ്റ് കുട്ടികളെക്കാട്ടിലും എന്ന് പോലെ കുട്ടികളെ അതേപോലെ ഇഷ്ടമാണ് ഇപ്പോൾ എല്ലാവർക്കും ചോക്ലേറ്റ്സ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്. ഇത് കണ്ട നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഇങ്ങനെ വലിയൊരു മലയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. വെള്ളച്ചാട്ടം ഒന്നും കാണുന്നില്ല, കോടയാണ്. അപ്പം പറയുമ്പോൾ ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഇങ്ങനെ കോട മഞ്ഞ് ആണ്. ഇനി പിന്നെ അവിടെ വെള്ളച്ചാട്ടത്തിൽ ഞാൻ ഒരു ദിവസം പോകുന്നുണ്ട്. അന്നേരം ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തത് കാണിച്ചു. ഇതിപ്പോൾ ഞാനുള്ളത് മലപ്പുറമാണ് കേട്ടോ, പെരിന്തൽമണ്ണ ടീം വരും കേട്ടോ. ജെസ്സി ഇനി ഗീതേച്ചിൻ്റെ പോലെ ഞാൻ നാട്ടിൽ വരുമ്പോൾ എനിക്ക് കൂട്ടുള്ളത് ജെസ്സിയാണ്. അപ്പോൾ ജെസ്സി എപ്പോഴും വരും. ജെസ്സിൻ്റെ കുറേ റെസിപ്പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബനാന ഹൽവയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് കാണാം ഒരു ദിവസം ബനാന ഹൽവ എങ്ങനെയാണെന്ന്. ചിക്കൻ ഉണ്ട്, നോക്കാൻ പോയി.